വനനിയമ ഭേദഗതി ബില്ലിനെതിരെ കേരള കോൺഗ്രസ് എം ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ട് കർഷക ദ്രോഹ വ്യവസ്ഥകൾ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടാൻ പോവുകയാണ് ജോസ് കെ മാണി. ഇതിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന അഭ്യൂഹം ഇപ്പോൾ ശക്തമാവുകയാണ്. വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് ജോസ് കെ മാണി വിഭാഗം നിലപാടിൽ മാറ്റം വരുത്തിയേക്കുമോ എന്ന ചർച്ചകളും ഇപ്പോൾ സജീവമാണ്. ഇടതുമുന്നണിയിലും ഈ വിഷയം സജീവ ചർച്ചാ വിഷയമാണ്. ക്രൈസ്തവ സഭാ നേതൃത്വത്തിന്റെ പിന്തുണ ഉറപ്പാക്കിയാണ് കേരള കോൺഗ്രസിന്റെ നിർണായകമായ രാഷ്ട്രീയ നീക്കം. വനനിയമ ഭേദഗതി ബില്ലിനെതിരായ പ്രതിഷേധം പ്രതിപക്ഷം കടുപ്പിക്കുന്നതിനിടെയാണ് ഇടതുമുന്നണിയെ തന്നെ പ്രതിരോധത്തിലാക്കിയുള്ള കേരള കോൺഗ്രസ് എമ്മിന്റെ രാഷ്ട്രീയ നീക്കം. മലയോര ജനതയുടെ ആശങ്ക ഉയർത്തി ഇടുക്കി ഉൾപ്പെടെയുള്ള മേഖലകളിൽ സ്വാധീനമുറപ്പിക്കാൻ സാഹചര്യം പ്രയോജനപ്പെടുത്തുകയാണ് ജോസ് കെ മാണി വിഭാഗമെന്നാണ് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ തന്നെ ഉന്നയിച്ച ആരോപണം. അപ്പൊ യഥാർത്ഥത്തിൽ എന്നിലല്ല വിശ്വാസമില്ലാത്തത്, കേരള കോൺഗ്രസ് നേതാക്കന്മാർ റോഷി അഗസ്റ്റിനെ തള്ളി പറയുകയാണോ എന്ന് എനിക്കറിയില്ല. ഒന്നിലധികം തവണ ചർച്ച ചെയ്തൊരു പ്രശ്നമാണ്. കഴിഞ്ഞ തവണ വന്നപ്പോൾ അദ്ദേഹം മന്ത്രിസഭയിലില്ല. പക്ഷെ കഴിഞ്ഞ തവണയും ഈ ബില്ല് വന്നതാണ്, നീണ്ടുപോയതാണ്. അപ്പൊ അതുകൊണ്ട് അത് അവർ കുറച്ചും കൂടി പക്വത കാണിക്കണമായിരുന്നു എന്നതാണ് എനിക്ക് അതേപറ്റി പറയാനുള്ളത്. മലയോര ജനതയുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നും വിഷയത്തിൽ സർക്കാരിന് മുൻവിധികളില്ലെന്നും വനം മന്ത്രി ആവർത്തിക്കുമ്പോഴും ക്രൈസ്തവ സഭാ നേതൃത്വത്തിന്റെ പിന്തുണയോടെ കേരള കോൺഗ്രസ് നടത്തുന്ന ചടുലമായ നീക്കങ്ങൾ മുന്നണി മാറ്റത്തിന്റെ സൂചനകളായി വരെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ജോസ് കെ മാണി വിഭാഗത്തിന്റെ പ്രതിനിധിയായ റോഷി അഗസ്റ്റിൻ ഇടത് മന്ത്രിസഭയിൽ തുടരുന്നതിനിടയിൽ മന്ത്രിസഭാ തീരുമാനത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് കേരള കോൺഗ്രസിന് എങ്ങനെ മുന്നണിയിൽ തുടരാനാകുമെന്നതാണ് സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നത്. ക്രൈസ്തവ സഭാ നേതൃത്വവുമായി കൂടുതൽ അടുക്കാനുള്ള അവസരമായി ബിജെപിയും മുന്നണി വിപുലീകരണത്തിന്റെ സാധ്യതകൾ തേടി യുഡിഎഫും കേരള കോൺഗ്രസിന്റെ നീക്കങ്ങളെ ആകാംക്ഷയോടെയാണ് നിരീക്ഷിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലാണ് പാർലമെന്ററി പാർട്ടി നേതാക്കൾ വൈകിട്ട് മുഖ്യമന്ത്രിയെ കാണുന്നത്. വനനിയമ ഭേദഗതിയിൽ ആശങ്കയുള്ളവരെ ഉൾപ്പെടുത്തി ചർച്ച നടത്തുക, വനപാലകരുടെ അമിതാധികാരം നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് കേരള കോൺഗ്രസ് എം മുന്നോട്ട് വയ്ക്കുന്നത്. വനാതിർത്തികളിൽ നിലവിലുള്ള സംഘർഷ സാഹചര്യം പുതിയ ഭേദഗതി വരുന്നതോടെ രൂക്ഷമാകുമെന്നാണ് കേരള കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത്. അതിനാൽ തന്നെ വനനിയമ ഭേദഗതി ബില്ലിനെതിരെയുള്ള എതിർപ്പ് നേരിട്ട് മുഖ്യമന്ത്രിയെ അറിയിക്കാൻ പോവുകയാണ് കേരള കോൺഗ്രസ്.